ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലീന. അപ്പോൾ ഇന്ന് പറയുന്നത് നമ്മുടെ ചാനലിട്ടിരുന്ന അളകനന്ദയുടെ സ്റ്റോറിയുടെ 3rd പാർട്ടാണ്. ആദ്യത്തെ 2 പാർട്സും കേൾക്കാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തേക്കാം. അപ്പോൾ തുടങ്ങാം. ഡിന്നർ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് നടന്നു. റൂഫ് ടോപ്പിൽ പോയാലോ? സ്വിമ്മിംഗ് പൂളിൽ. ലിഫ്റ്റിൽ കയറി ഞങ്ങൾ റൂഫ് ടോപ്പിലെത്തി. വാവ്, കിടിലൻ ആംബിയൻസ്. ഞാൻ പൊളിച്ച് നിന്നും പോയി. റൂഫിൽ നല്ല സ്പേസ് ഉണ്ട്, നടക്കാനും റിലാക്സ് ചെയ്തിരിക്കാനും. ചെറിയൊരു റൂഫ് ടോപ്പ് ഗാർഡൻ ഉണ്ട്. ഒരു കോർണറിൽ അവരുടെ സ്റ്റാഫുണ്ട്. ഒരു നോർത്ത് ഈസ്റ്റ് ബോയ് ആണ്. സർ, റൂം നമ്പർ. നന്ദു റൂം നമ്പർ പറഞ്ഞു കൊടുത്തു. അവൻ 2 സ്വിം ക്യാപ്പ് എടുത്ത് ഞങ്ങൾക്ക് തന്നു. ഇവിടെ പൂളിൽ ഇറങ്ങുമ്പോൾ ക്യാപ്പ് വെക്കണം. നന്ദു അവനോട് പൂളിൻ്റെ ടൈം ചോദിച്ചു. 10 മണി വരെ ഉണ്ട് സർ. ഞങ്ങൾ പതിയെ ചുറ്റി നടന്നു. ഒരു കോർണറിലാണ് പൂള്. വലിയ പൂളാണ്. പൂളിൻ്റെ ഒരു സൈഡ് കാടിൻ്റെ പച്ചപ്പിലേക്കാണ് മിഴി തുറക്കുന്നത്. രാവിലെ നല്ല കിടിലൻ വ്യൂ ആവും. നന്ദുവും ഇംപ്രസ്ഡ് ആണ്. നമുക്ക് നാളെ രാവിലെയും വരണം. പൂളിൽ ആരോ ഉണ്ടല്ലോ. പ്രിയയാണെന്ന് തോന്നുന്നു. നോക്കുമ്പോൾ പ്രിയയും കാർത്തിക്കുമാണ്. പ്രിയ പൂളിൻ്റെ കരയിലിരിക്കുന്നു. കാർത്തിക് വെള്ളത്തിൽ അവളുടെ തുടയിൽ പിടിച്ചു നിൽക്കുന്നു. അവർ ഞങ്ങളെ കണ്ടിട്ടില്ല. അടുത്തെത്തിയപ്പോഴാണ് കണ്ടത്. പ്രിയ ബിക്കിനിയാണ് ഇട്ടിരിക്കുന്നത്. ആരും വരില്ല എന്ന് കരുതിയാവും. ഞാൻ നന്ദുവിനെ കയ്യിൽ നുള്ളി. ചെക്കൻ ഇന്ന് സീൻ പിടിച്ച് ചാവും. നന്ദു അവളുടെ കയ്യിൽ പിടിച്ചു. അങ്ങോട്ട് പോണോ? ഞാൻ അവനെ നോക്കി കണ്ണിരുട്ടി. ഇങ്ങനെ തോൽവി ആവല്ലേ. നിനക്ക് ക്ലാസ് എടുത്തതെല്ലാം വെറുതെ ആയി എന്ന് തോന്നുന്നു. ബി സ്മാർട്ട്. പോയി സീൻ പിടിക്കാൻ നോക്ക്. ഇതവരുടെ റൂമൊന്നും അല്ലല്ലോ, കോമൺ പൂളല്ലേ. പിന്നെന്താ. ഡോണ്ട് മിസ് എ ചാൻസ്. ഞാൻ അവൻ്റെ കൈ പിടിച്ച് അവരുടെ അടുത്തേക്ക് നടന്നു. പ്രിയ ഞെട്ടിത്തിരിഞ്ഞു. ഹായ്. അവർ ഞങ്ങളെ അവിടെ പ്രതീക്ഷിച്ചില്ല എന്ന് തോന്നുന്നു. പ്രിയ ചമ്മലോടെ കൈകൊണ്ട് മാറു മറച്ച് പൂളിലേക്കിറങ്ങി കഴുത്തുവരെ മുങ്ങി. കാർത്തിക്കിന് പിന്നിലേക്ക് മാറി. എന്താ ലേറ്റായേ? ഇന്നായിരുന്നു ഞങ്ങളുടെ സ്പെഷ്യൽ ഡിന്നർ. അത് കഴിഞ്ഞു വരുവാ. അത് ശരി. പൂളിൽ ഇറങ്ങുന്നില്ലേ? ഇറങ്ങണം. ചേഞ്ച് ചെയ്യാനൊന്നും എടുത്തിട്ടില്ല. അതിനെന്താ, ഡ്രസ്സ് ഊരി വെച്ച് ചാടിക്കോ. ആരും വരില്ല. പ്രിയ കണ്ണിറുക്കി. ഞങ്ങൾ ആദ്യം ഒന്ന് നടന്ന് കാണട്ടെ. യു ഗൈസ് എൻജോയ്. ഞാൻ നന്ദുവിനെയും കൂട്ടി മുഴുവൻ ചുറ്റി നടന്ന് കണ്ടു. കിടിലൻ സെറ്റപ്പാണ്. നമുക്ക് നാളെ രാവിലെ വരണം. കിടിലൻ വ്യൂ ആയിരിക്കും. നോക്കുമ്പോൾ നന്ദുവിൻ്റെ കണ്ണ് ഇപ്പോഴും പൂളിലാണ്. ഞാൻ അവൻ്റെ കയ്യിൽ നുള്ളി. അത് ശരി, കള്ളൻ ഇവിടൊന്നും അല്ലല്ലോ. അവൻ ചമ്മി ചിരിച്ചു. അവനെ തെറ്റു പറയാൻ പറ്റില്ല. പ്രിയ ഒരു സുന്ദരി കുട്ടിയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള മുഖവും നല്ല ചിരിയും നല്ല ഒതുങ്ങിയ വടിവൊത്ത ശരീരവും നല്ല തൊടുത്തുരണ്ട മുഖവും ഒതുങ്ങി വിടരുന്ന അരക്കെട്ടും. എനിക്ക് തന്നെ അസൂയ തോന്നിപ്പോയി. പിന്നെ അവൻ്റെ കാര്യം പറയണ്ടല്ലോ. പൂളിൽ ചാടിയാലോ? ഞാൻ കണ്ണിറുക്കി. പക്ഷേ ചേഞ്ച് ചെയ്യാനൊന്നും എടുത്തില്ലല്ലോടി. അത് കുഴപ്പമില്ലടാ. നീ ടീഷർട്ട് ഊരി ചാടിക്കോ, വേണമെങ്കിൽ ഷോർട്ട്സും. ഞാൻ കണ്ണിറുക്കി. അപ്പോൾ നീയോ? ഞാനൊന്ന് ആലോചിച്ചു. ടീഷർട്ട് ഊരി ചാടിയാലോ? കാർത്തിക്കുണ്ടല്ലോ, വേണ്ട. ഞാൻ ഇതിട്ട് ചാടാം. റൂമിലെത്തി മാറിയാൽ മതിയല്ലോ. ഓക്കെ. നന്ദു ടീഷർട്ട് ഊരി പൂളിലേക്കിറങ്ങി. അവൻ കൈപിടിച്ച് എന്നെ ഇറക്കി. നല്ല തണുപ്പ്. നെഞ്ചോളം വെള്ളമുണ്ട്. പ്രിയയും കാർത്തിക്കും ഒരു സൈഡിൽ കെട്ടിപ്പിടിച്ച് അവരുടെ പ്രേമസല്ലാപങ്ങളിലാണ്. പരസ്പരം കളിയാക്കിയും പൊട്ടിച്ചിരിച്ചും 2 പേരും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത്, പ്രിയ ഇപ്പോഴും അതേ ഗെറ്റപ്പിൽ തന്നെയാണ്. ഞങ്ങൾ വന്നപ്പോഴും ടീഷർട്ട് ഇട്ടിട്ടില്ല. അതിലും ഒരു ത്രില്ലുണ്ട്. അത് എൻജോയ് ചെയ്യുകയാവും. സത്യം പറഞ്ഞാൽ എനിക്കും കൊതിയുണ്ടായിരുന്നു ടീഷർട്ട് ഊരി ഇറങ്ങാൻ. ഞാൻ നന്ദുവിനെ പുണർന്നു നിന്നു. ഞാൻ അവൻ്റെ നെഞ്ചിൽ അമർന്നു. നല്ല തണുപ്പ്. ഞാൻ അവൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. അവനെ ഇറുക്കി പുണർന്നു നിന്നു. നോക്കുമ്പോൾ പ്രിയയെ കാർത്തിക് കയ്യിലെടുത്ത് വെള്ളത്തിന് മുകളിൽ പിടിച്ചു. പ്രിയ കാലുകൾ വെള്ളത്തിലടിച്ച് രസിക്കുന്നു. നന്ദൂട്ടാ, നോക്കിക്കേ, എന്ത് രസമായാണ് അവർ എൻജോയ് ചെയ്യുന്നത്. സൂപ്പർ കപ്പിളല്ലേ? ആടി, സൂപ്പർ. നോക്കിക്കേ, രാവിലെ കിസ് കൊടുക്കാൻ എന്ത് നാണമായിരുന്നു. ഇപ്പോൾ ചമ്മലൊക്കെ മാറിയെന്ന് തോന്നുന്നു. നമ്മൾ വരുമെന്ന് കരുതിയിട്ടുണ്ടാവില്ലടാ, അതാ.
ഇപ്പോഴും ചമ്മലൊക്കെ ഉണ്ട്. നമ്മളെ കണ്ടപ്പോഴേ വെള്ളത്തിൽ ചാടിയില്ലേ? എന്തായാലും നിനക്ക് സന്തോഷമായല്ലോ. എന്തൊരു വായ്നോട്ടമായിരുന്നു. പോടി. നന്ദു ചമ്മി ചിരിച്ചു. അവളെ ചേർത്ത് പിടിച്ചു. എനിക്കെൻ്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ. നോക്കുമ്പോൾ കാർത്തിക് പ്രിയയെ എടുത്തുയർത്തി വട്ടം കറങ്ങുന്നു. പ്രിയ ഞങ്ങളുടെ സൈഡിലേക്ക് ചമ്മലോടെ പാളി നോക്കി. ഞാൻ നന്ദുവിനെ നോക്കുമ്പോൾ അവൻ വാ തുറന്ന് സീൻ പിടിച്ച് നിൽക്കുവാണ്. അത് ശരി, സീൻ പിടിക്കുവാണല്ലേ? ഞാൻ അവനെ നുള്ളി. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എന്ത്? നന്ദു ഒന്നും അറിയാത്ത പോലെ കണ്ണിൽ കുസൃതിയോടെ ഉരുണ്ട് കളിച്ചു. ഓ, എന്താ ഇപ്പോൾ വായി നോക്കിക്കൊണ്ടിരുന്നത്? അത് തന്നെ. എന്ത്? അവൻ മനസ്സിലാവാത്ത പോലെ കുസൃതിയോടെ കണ്ണിറുക്കി. ഞാൻ അവൻ്റെ ചെവി പിടിച്ച് തിരുമ്മി. ദേ നന്ദൂട്ടാ, കളിക്കല്ലേ പറഞ്ഞേ. ഞാൻ കള്ളം ദേഷ്യം അഭിനയിച്ചു. അവനൊന്നും മടിച്ചു. അവൻ പറയില്ല എന്നെനിക്ക് മനസ്സിലായി. എന്നാൽ ഞാൻ പറയാം. ഞാൻ എൻ്റെ മുഖം അവൻ്റെ ചെവിയോടടുപ്പിച്ചു. ഞാനിപ്പോഴും അവൻ്റെ കരവലയത്തിലാണ് നിൽക്കുന്നത്. പ്രിയയുടെ അത് ഞാൻ അവൻ്റെ കാതിൽ മെല്ലെ പറഞ്ഞു. കണ്ടോ? അതെന്താ? അവൻ അറിയാത്ത പോലെ കള്ളച്ചിരിയോടെ ചോദിച്ചു. കള്ളൻ എൻ്റെ വായിൽ നിന്നും കേൾക്കാനാണ്. അവൻ എന്നെ കുറച്ചുകൂടി ചേർത്ത് പിടിച്ചു. പോടാ പട്ടി. ഞാൻ പിണക്കം അഭിനയിച്ചു. ഇങ്ങനാണേ ഞാൻ കൂട്ടില്ല. ഏയ്, പിണങ്ങാതെ നന്ദൂട്ടി. എൻ്റെ മുഖം വാടിയപ്പോൾ അവൻ എൻ്റെ കവിളിൽ പിച്ചി കൊഞ്ചിച്ചു. ഞാൻ നിൻ്റെ അടുത്ത് എന്ത് ഫ്രീയായ ഇടപെടുന്നത്, എന്ത് ഓപ്പണായ സംസാരിക്കുന്നത്. നിനക്കിപ്പോഴും കള്ളത്തരമാണ്. ഞാൻ പരിഭവത്തോടെ പറഞ്ഞു. പോടി. അവൻ എന്നെ അമർത്തി കെട്ടിപ്പിടിച്ചു. എന്നാ മര്യാദയ്ക്ക് പറ, എന്താ കണ്ടത്? അവൻ ചമ്മലോടെ അത് ഓപ്പണായി എൻ്റെ ചെവിയിൽ പറഞ്ഞു. ഞാൻ അവൻ്റെ മുഖം പിടിച്ച് എനിക്ക് നേരെ തിരിച്ചു. ഓ, അപ്പോൾ സാറിന് അറിയാമല്ലേ? എന്നിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? അത് പറഞ്ഞാൽ മതി. ഇഷ്ടപ്പെട്ടു. അവൻ കണ്ണിറുക്കി കള്ളച്ചിരിയോടെ പറഞ്ഞു. എടാ കള്ള, ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉള്ളപ്പോൾ അതും എന്നെ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് വേറൊരു പെണ്ണിനെ വായി നോക്കുന്നു. ഞാൻ പോകുക. നീ വായി നോക്കി കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഞാൻ കള്ള ദേഷ്യത്തോടെ അവൻ്റെ കരവലയിൽ നിന്നും പതിയെ പൂളിൻ്റെ പടവിലേക്ക് നീങ്ങി. അവൻ നീന്തി വന്ന് എന്നെ കരവലയത്തിൽ ഒതുക്കി. പ്ലീസ് ഡി, നല്ല രസമുണ്ട്. ഇത്തിരി കഴിഞ്ഞു പോകാം പ്ലീസ്, അവൻ കെഞ്ചി. എനിക്ക് മനസ്സിലായി, പ്രിയ കരയ്ക്ക് കയറുമ്പോൾ അവളുടെ സീൻ പിടിക്കാനാണ് കള്ളൻ. നല്ല രസമുണ്ടല്ലേ? സത്യം പറ. പ്രിയ കരയ്ക്ക് കയറുമ്പോൾ അവളുടെ സീൻ പിടിക്കാനല്ലേ? അവൻ വിളറിപ്പോയി. ദേ നന്ദൂട്ട, ജാടയിടല്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ നിൽക്കാം. നീ എങ്ങനെ എൻ്റെ മനസ്സ് വായിക്കുന്നു നന്ദൂട്ടി? അവൻ ആരാധനയോടെ അവളെ നോക്കി. ഡാ കള്ള, നിൻ്റെ മനസ്സ് വായിക്കാൻ എനിക്കറിഞ്ഞൂടെ? ഞാൻ അവൻ്റെ കവിളിൽ പിച്ചി. അതുകൊണ്ട് ജാടയിടാതെ ഉള്ള കാര്യം സമ്മതിച്ചോണം. പിന്നെ സത്യം പറഞ്ഞതുകൊണ്ട് ഞാനും നിൽക്കാം. ചെക്കന് ഭാഗ്യമുണ്ടെങ്കിൽ അവൾ ഉടനെ കയറും ടീഷർട്ട് ഇടാതെ. വാടാ, നമുക്ക് ആ സ്റ്റെപ്പിനടുത്തേക്ക് മാറി നിൽക്കാം. അവിടെ അധികം ലൈറ്റില്ല. അപ്പോൾ നീ സീൻ പിടിച്ചാലും അവർ കാണില്ല. എനിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ അവൻ അങ്ങോട്ട് നീന്തി കഴിഞ്ഞു. ഓ, ഞാൻ താടിക്ക് കൈ കൊടുത്തു പോയി. എടാ ആഗോള വായി നോക്കി. ഞാനും അവനും അടുത്തേക്ക് നടന്നു. നന്ദൂട്ടാ, നീ ഒരു വളരെ മോശം ബോയ് ഫ്രണ്ടാണ് കേട്ടോ. നമുക്കിപ്പോൾ തന്നെ ബ്രേക്കപ്പ് ആയേക്കാം, ഞാൻ കെറുവോടെ പറഞ്ഞു. അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? അവൻ എന്നെ പുണർന്ന് അവനോട് ചേർത്ത് നിർത്തി. സോപ്പിംഗ്. അപ്പോഴേക്കും കാർത്തിക് ഞങ്ങളുടെ അടുത്തേക്ക് നീന്തി വന്നു. ഹായ് നന്ദു. ഹായ് അലക. ഞങ്ങൾ നാളെ പോകൂട്ടാ. ഓ ഓക്കെ. രാവിലെ പോകുമോ അതോ? ഇല്ല, ആഫ്റ്റർനൂൺ. ഞങ്ങൾ എന്നാൽ കയറിക്കോട്ടെ, എല്ലാം പാക്ക് ചെയ്യാനുണ്ട്. ഓക്കെ കാർത്തിക്. അപ്പോൾ രാവിലെ അവിടെ കാണാം. കാർത്തിക് സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് കയറി. അവൻ ഒരു ചെറിയ ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പ്രിയ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഡാ, എൻ്റെ ടീഷർട്ട് എടുത്തു തരുമോ? നീ തല തുവർത്തിയിട്ട് മതി, ഞാൻ സംസാരിച്ചിട്ട് വരാം, പ്രിയ വിളിച്ചു പറഞ്ഞു. ഓക്കെ ഡി. അവർ ഡ്രസ്സ് കുറച്ചു മാറി ഒരു ബെഞ്ചിലാണ് വെച്ചിരിക്കുന്നത്. കാർത്തിക് അവിടേക്ക് നടന്നു. പ്രിയ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. കഴുത്തുവരെ വെള്ളത്തിൽ മുങ്ങിയാണ് നിൽക്കുന്നത്. ഹായ്, എങ്ങനെയുണ്ടായിരുന്നു ഡിന്നർ? എൻജോയ്ഡ്? സൂപ്പറായിരുന്നു. ഞങ്ങൾ നാളെ പോകും കേട്ടോ.
കാർത്തിക് പറഞ്ഞു. രാവിലെ വരില്ലേ അവിടെ? ആ, ഉറപ്പായും. അപ്പോൾ നാളെ കാണാം. അവൾ പുഞ്ചിരിച്ചു, കൈവീശി. ബൈ നന്ദു, ബൈ അളക. സ്റ്റെപ്പിന് നേരെ നീങ്ങി, മുടി ഉരുട്ടി കെട്ടിവെച്ചു. സ്റ്റെപ്പിലേക്ക് കയറാൻ അവൾ ഒന്ന് മടിച്ചു നിന്നു. ഞങ്ങളെ പാളി നോക്കി. എനിക്ക് മനസ്സിലായി, ചെറിയ ചമ്മലുണ്ട്. നന്ദു ഉണ്ടല്ലോ. ഞാൻ അവനെ പതിയെ നുള്ളി. അവന് കാര്യം മനസ്സിലായി. അവൻ പതിയെ തിരിഞ്ഞു നിന്നു. ഇപ്പോൾ അവന് കാണില്ല അവൾ കയറിയാൽ. പ്രിയ പതിയെ തിരിഞ്ഞു നോക്കി. നന്ദു നോക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ എന്നെ നോക്കി കണ്ണിറുക്കി. ബായ് പറഞ്ഞ് അവൾ സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് കയറി. ഓഹ്, എന്താ സ്ട്രക്ചർ! ഞാൻ നന്ദുവിനെ നുള്ളി. ഡാ നോക്കടാ. ഞാൻ അവൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. കറക്റ്റ് സമയത്ത് അവൻ തിരിഞ്ഞ് എൻ്റെ പിന്നിലേക്ക് മാറി. ഓ, അവൻ വാ പൊളിച്ചു പോയി. നല്ല കരിമ്പിൻ തണ്ടുപോലെ അവൾ മുടി ഉരുട്ടി കെട്ടിവെച്ചിരിക്കുകയാണ്. മുടിയിഴകൾ നനഞ്ഞൊട്ടി നിൽക്കുന്ന വെൺകഴുത്ത്, നീളമുള്ള മെലിഞ്ഞ കൈകൾ, വെളുത്ത് ഒരു പാടുപോലുമില്ലാത്ത ആ പുറം വടിവ്. അവളുടെ സ്ലീവ്ലെസ് സ്ട്രാപ്പ് അവളുടെ പുറത്തിൻ്റെ ഭംഗി ഇരട്ടിപ്പിക്കുന്നുണ്ട്. ആ വെണ്ണക്കാലുകൾ, ഓ എന്ത് ഷേപ്പാണ് പ്രിയയ്ക്ക്. പ്രിയ മുകളിൽ കയറി താഴേക്ക് പാളി നോക്കി. നന്ദയും ആ സൗന്ദര്യം കണ്ട് അന്തിച്ച് നിൽക്കുകയായിരുന്നു. അവൾക്ക് അസൂയ തോന്നിപ്പോയി. പ്രിയ വേഗത്തിൽ കാർത്തിക്കിനടുത്തേക്ക് നടന്നു. നന്ദ അവസരത്തിനൊത്തുയർന്നു. ആ പ്രിയ, അവൾ പിറകിൽ നിന്നും വിളിച്ചു. ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ഇവിടെ പൂളിൽ രാവിലെ ടൈമിംഗ് എങ്ങനെയാ? രാവിലെ അലൗഡ് ആണോ? നന്ദുവിന് മനസ്സിലായി അവളെ തിരിച്ചു നിർത്താനായി വെറുതെ ചോദിച്ചതാണ്. അവളുടെ ഫ്രണ്ട് വ്യൂ കിട്ടുന്നതിനായി കള്ളി. പ്രിയ ആദ്യം മുഖം ചിരിച്ചു നോക്കി. നന്ദു ആ സമയത്ത് നൈസായി വെള്ളത്തിൽ മുങ്ങി. അവൻ നന്ദയുടെ പിന്നിലായതുകൊണ്ട് അവനെ ശരിക്ക് കാണാത്തതുമില്ല. അവൻ കാണില്ല എന്ന് കരുതി പ്രിയ ഒന്ന് മടിച്ചിട്ട് തിരിഞ്ഞു. കൃത്യസമയത്ത് അവൻ കൃത്യമായി പൊങ്ങി. അവൻ വ്യക്തമായി കാണേണ്ടത് കണ്ടു. അവൾ ചമ്മലോടെ കൈകൊണ്ട് മറച്ചു. 6:30 മുതൽ ഓപ്പണാണ്. നന്ദു കണ്ടു എന്ന് അവൾക്കും മനസ്സിലായി. അവൾ ചമ്മലോടെ തിരിഞ്ഞ് കാർത്തിക്കിനടുത്തേക്ക് നടന്നു. അവളുടെ കുളുങ്ങിയുള്ള നടത്തത്തിലെ വശ്യമായ ചലനം കണ്ട് അവൻ്റെ ഉള്ളിൽ കുളിരായി. നന്ദ അവന് നേരെ തിരിഞ്ഞു. കണ്ടോ? കണ്ണിൽ കുസൃതി ചിരിയോടെ അവൾ ചോദിച്ചു. അവൻ സംതൃപ്തിയോടെ പുഞ്ചിരിച്ചു. എന്തൊക്കെ കള്ളത്തരങ്ങളാ നന്ദൂട്ടി നിന്റെ കയ്യിൽ? അവൻ അവളുടെ ഇടുപ്പിൽ നുള്ളി. അവൾ ഇക്കിളിയോടെ പുളഞ്ഞു. കണ്ടുപഠിക്ക്. അവൾ പുരികു ഇളക്കി. അവൻ ആരാധനയോടെ അവളെ നോക്കി. ഇഷ്ടപ്പെട്ടോ? അവൻ സമ്മതിച്ചു. എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്? അവനൊന്ന് ആലോചിച്ചു. എല്ലാം. അവൻ കണ്ണിറുക്കി. അയ്യടാ, അത് വേണ്ട, എന്തെല്ലാന്ന് പറയാൻ അവനൊന്ന് മടിച്ചു. ആ ക്യൂട്ട് സ്മൈൽ, പിന്നെ ആ സ്ട്രക്ചർ. അവൻ കണ്ണിറുക്കി. അപ്പോൾ ബാക്കോ? അതും. അവൻ കള്ളച്ചിരിയോടെ സമ്മതിച്ചു. അവൾ കുറുമ്പോടെ മൂളി. നീ ഇത്രയും വലിയ വായി നോക്കിയാണെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത്, അവൾ പരിഭവത്തോടെ പറഞ്ഞു. അവൾ അവൻ്റെ കവളിൽ പിച്ചി. ഡാ കള്ള, നിൻ്റെ ഗേൾഫ്രണ്ട് കൂടെയുള്ളപ്പോൾ വേറൊരു പെണ്ണിനെ നോക്കാമോ? സോറി ഡി, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. അത് പോട്ടെ, പ്രിയയാണോ എന്നെയാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? നന്ദു ഒന്ന് ആലോചിച്ചു. ഇതൊരു ചാൻസാണ്. എന്തായാലും നന്ദ ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്. അവളിത് ആഗ്രഹിക്കുന്നു എന്ന് 1-2 തവണ സൂചിപ്പിക്കുകയും ചെയ്തു. നന്ദുവിന് കൺട്രോൾ ചെയ്യാനാവുന്നുണ്ടായിരുന്നില്ല. അതുപോലെ അവൻ കൊതിച്ചു പോയിരുന്നു. മുന്നോട്ട് പോവാൻ തന്നെ അവൻ തീരുമാനിച്ചു. പ്രിയ, അവൻ കണ്ണിറുക്കി ചിരിച്ചു. പോടാ പട്ടി, നമുക്കിപ്പോൾ തന്നെ ബ്രേക്കപ്പ് ആയേക്കാം. അവൾ മുഖത്ത് ദേഷ്യം കാണിച്ചു. ഡി, അതല്ല. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവൾ അവൻ്റെ നെഞ്ചിൽ അമർന്നു. അവൾ അവനോട് ചേർന്ന് നിന്നു. അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾക്കത് ഫീൽ ചെയ്തു. എന്ത് കരുത്താണ്! അവൾ പതർച്ചയോടെ അവനെ നോക്കി. അവളുടെ ഭാവമാറ്റം അവന് മനസ്സിലായി. അവൻ അല്പം പിന്നോട്ട് മാറി. ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഓർക്കാതെ അവളെ ചേർത്ത് പിടിച്ചതാണ്. അവനൊന്ന് പതറി എന്നവൾക്ക് മനസ്സിലായി. ഇപ്പോഴാണ് ധൈര്യം കൊടുക്കേണ്ടത്. അറിയാത്ത മട്ടിൽ അവൾ അവനെ പുണർന്നു. അവനോട് ചേർന്നു നിന്നു. അവൻ്റെ കണ്ണിലേക്ക് നോക്കി. ഏതല്ല എന്ന് കേൾക്കട്ടെ എൻ്റെ കള്ളക്കുട്ടൻ്റെ ന്യായീകരണം, അവൾ കുസൃതിച്ചിരിയോട് ചോദിച്ചു. നന്ദുവിന് ആശ്വാസമായി. അവൾക്ക് കുഴപ്പമില്ല. അവളത് മൈൻഡ് ചെയ്തില്ല.
അതല്ലടി, എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ പ്രിയയല്ലേ കണ്ടിട്ടുള്ളൂ. അല്പം പേടിച്ചാണ് അവൻ പറഞ്ഞത്. നന്ദ ഒന്ന് അമ്പരന്നു. അവളത് പ്രതീക്ഷിച്ചില്ല. അവനും കളത്തിലിറങ്ങി. അവന് കാണണം. അവനത് ഓപ്പണായി ചോദിച്ചു കഴിഞ്ഞു. അവളുടെ കണ്ണുകൾ വിടർന്നു. അവൻ ആ ധൈര്യം കാണിച്ചു കഴിഞ്ഞു. ഇനി എൻ്റെ ഊഴം. ഓ അങ്ങനെ, അവൾ മനസ്സിലായി എന്ന മട്ടിൽ ചെറുനാണത്തോടെ ചിരിച്ച് തലകുലുക്കി. അത് ന്യായം. അവൾ ചുറ്റും നോക്കി. കാർത്തിക്കും പ്രിയയും പൊയ്ക്കഴിഞ്ഞു. വേറെ ആരുമില്ല അവിടെയെങ്ങും. അവൾ നന്ദുവിനെ നോക്കി. അവൻ അല്പം ടെൻഷനുണ്ട്. അവൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ള ഭയം. ഇതാണ് ആ മൊമെൻറ്റ്. അവൾ ശ്വാസം ആഞ്ഞു വലിച്ച് ധൈര്യം സംരംഭിച്ചു. അവൻ്റെ മുന്നിൽ പ്രിയയുടെ കോസ്റ്റ്യൂമിൽ നിൽക്കാൻ അവൾക്ക് നല്ല ചമ്മലുണ്ടായിരുന്നു. പക്ഷെ ആലോചിച്ചപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് അവളെ വല്ലാതെ കൊതിപ്പിച്ചു. കൂടുതൽ ചിന്തിച്ചാൽ നടക്കില്ല. ഈ സ്റ്റെപ്പ് എടുക്കുക തന്നെ അവൾ തീരുമാനിച്ചു. ശരി ഡാ കള്ള, നീ കണ്ടിട്ട് പറഞ്ഞാൽ മതി. അവൾ കൊതിപ്പിച്ച് ചിരിച്ചു. കൈകൾ വെള്ളത്തിന് അടിയിലേക്ക് താഴ്ത്തി പതിയെ അവളുടെ ടീഷർട്ട് മുകളിലേക്ക് ഉയർത്തി. നന്ദുവിന് വിശ്വസിക്കാനായില്ല. അവനൊന്ന് പിടഞ്ഞു. അവൾ പതിയെ അവളുടെ ടീഷർട്ട് തലവഴി ഊരി അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ചമ്മലോടെ അവനെ നോക്കി. അവൾ തോളൊപ്പം വെള്ളത്തിലാണ് നിൽക്കുന്നത്. അവളുടെ തൂവെള്ള മേനിയിൽ കടും നീല നിറമുള്ള സ്വിമ്മിംഗ് സ്യൂട്ട്. അവൻ്റെ ചങ്കിടിപ്പ് കൂട്ടി. തൻ്റെ അടുത്ത് അവൾ സ്വിമ്മിംഗ് സ്യൂട്ടിലാണ് നിൽക്കുന്നത് എന്ന ചിന്തയിൽ അവൻ്റെ മനസ്സ് വെട്ടിവിറച്ചു. ഇപ്പോൾ ഏതാണ്ട് അവളുടെ ധൈര്യം പതിയെ ചോർന്നു പോയി. ഡാ, ആരെങ്കിലും വരുമോ? അവൾ ടെൻഷനോടെ ചുറ്റും നോക്കി. ഏയ് ഡീ, ഷോ, ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ലേ, നീ എന്തിനാ? ഏയ് അതല്ലടാ, എനിക്കും ഈ സ്വിമ്മിംഗ് സൂട്ട് ഇട്ട് ചാടണമെന്നുണ്ടായിരുന്നു. പിന്നെ കാർത്തിക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ മടിച്ചത്. ഞാൻ അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു. എൻ്റെ ഉള്ളിൽ ഒരു കുളിര് പടർന്നു. നേരത്തെ ഉണ്ടായിരുന്ന ധൈര്യം ചോർന്നു പോയി. ഇപ്പോൾ ഇല്ല. ഡാ, ആരേലും വരുന്നുണ്ടോ എന്ന് നോക്കണേ, ഞാൻ ടെൻഷനോടെ പറഞ്ഞു. ഏയ് ഡോൺ വറീഡി, ആരെങ്കിലും വന്നാൽ ഞാൻ ടീഷർട്ട് എടുത്ത് തരാം. അവൻ എന്നെ ചേർത്ത് പിടിച്ചു. ഡാ കള്ള, നല്ല എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നല്ലോ, ഞാൻ കുറുമ്പോടെ ചോദിച്ചു. നന്ദു വിളറിപ്പോയി. അവൾ ഓപ്പണായി ചോദിക്കും എന്ന് കരുതിയില്ല. ഓ ഡീ സോറി, ഞാനൊന്നും. അവൻ്റെ മുഖം വാടി. അവൻ എന്നിൽ നിന്നും പിടിവിട്ട് അകന്നു. ഏയ് ഡാ കൂൾ, ടേക്ക് ഇറ്റ് ഈസി. അവൾ അവനെ ചേർത്ത് പിടിച്ചു. കവിളിൽ പിടിച്ച് ഓമനിച്ചു. ഇറ്റ്സ് ഓക്കെ ഡാ കള്ളക്കുട്ട, കൂൾ. എനിക്കിത് മുമ്പേ ഫീൽ ചെയ്തിരുന്നു. നിന്നെ ടെൻഷൻ ആക്കേണ്ട എന്ന് കരുതി ഞാൻ ചോദിക്കാഞ്ഞതാ. അപ്പോഴും അവൻ്റെ മുഖത്തെ പകപ്പ് മാറിയില്ല. അവൾ അവനെ ചേർത്ത് പിടിച്ചു. ഷോ, എൻ്റെ പാവം ബോയ് ഫ്രണ്ട്, അതൊരു നാച്ചുറൽ റിയാക്ഷൻ ആണടാ. അതിനെന്താ കുഴപ്പം? അങ്ങനെ സംഭവിച്ചില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. അവൻ ആശയക്കുഴപ്പത്തോടെ അവളെ നോക്കി. നീ ഹെൽത്തിയാണ് എന്നെ അതിനർത്ഥമുള്ളൂ. മനസ്സിലായോ? ഒരു സുന്ദരി പെണ്ണിനെ കണ്ടപ്പോൾ നീ എക്സൈറ്റഡായി, അത്രേ ഉള്ളൂ. സ്വാഭാവികം. അവന് കുറച്ച് സമാധാനമായി. പിന്നെ ഇത് പ്രിയയെ കണ്ടപ്പോൾ ഉള്ള എക്സൈറ്റ്മെൻറ്റ്. കുറച്ച് കഴിയുമ്പോൾ ഇത് അവിടെ കണ്ടില്ലേ, ഞാൻ 22 FK ആവും, പറഞ്ഞേക്കാം. ഞാൻ കണ്ണുരുട്ടി കളിയാക്കി. ഓ, അവൻ റിലാക്സ്ഡായി ശരിക്കും ചിരിച്ചു. അങ്ങനെ ഞങ്ങൾ ആ അരുതായ്മകളുടെ പാലം താണ്ടി തുടങ്ങി എന്നെനിക്ക് മനസ്സിലായി. ഇനിയും 2-3 ദിവസം ബാക്കിയുണ്ട്. ഇവിടേക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ മനസ്സിലുണ്ടായിരുന്നത് എങ്ങനെയെങ്കിലും ഏതു മനസ്സിലേൽപ്പിച്ച നീറ്റൽ മറക്കുക എന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. നന്ദുവുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമായി വേറൊരു തലത്തിലേക്ക് കടന്നു. അവൾക്കതിൽ ഒരു കുറ്റബോധവും തോന്നിയില്ല. ഡാ, നമുക്ക് നാളെ രാവിലെയും വരണേ. രാവിലെ നല്ല കിടിലം വ്യൂ ആയിരിക്കും. ആടി, ഉറപ്പായും. പ്രിയയൊക്കെ വരുമായിരിക്കും അല്ലേ? അത് ശരി. ഞാൻ കുറുമ്പോടെ അവനെ നുള്ളി. നീ തന്നെ വന്നാൽ മതി, ഞാനില്ല. ഞാൻ അവൻ്റെ പിടിവിട്ട് മുമ്പോട്ട് നീന്തി. ഏയ് ഡി, പിണങ്ങാതെ, തമാശയല്ലേ. മുമ്പോട്ട് നീങ്ങിക്കഴിഞ്ഞാണ് അവൾ ഓർത്തത് ടീഷർട്ടില്ല. നന്ദു ഉൾക്കുളിരോടെ അത് കണ്ടു നിന്നു. സ്വിംസ്യൂട്ടിൽ ബോളിവുഡ് ആക്ട്രസസ് മാറി നിൽക്കുന്ന അംഗലാവണ്യം. അവൾ പെട്ടെന്ന് നിന്ന് അവന് നേരെ തിരിഞ്ഞു. ചമ്മലോടെ ചിരിച്ചു. അവൻ സൂപ്പർ എന്ന ആക്ഷൻ കാണിച്ചു. എന്ത്? അവൾ ചമ്മലോടെ ചോദിച്ചു. അവൻ കണ്ടു എന്നവൾക്ക് മനസ്സിലായി. ഒന്നുമില്ല. അവൻ ചുമൽ കൂച്ചി.
എനിക്ക് നീയുണ്ടല്ലോ നന്ദൂട്ടി, നമുക്ക് എന്തായാലും വരാം. എന്നാ പറ, ഞാനാണോ പ്രിയയാണോ സുന്ദരി? അവനൊന്ന് ആലോചിച്ചു. ഇത്തിരിയും കൂടി കഴിഞ്ഞിട്ട് പറയാം നന്ദൂട്ടി. ഓ, താൻ വെള്ളത്തിൽ നിന്ന് കയറാനാണ് അവൻ വെയിറ്റ് ചെയ്യുന്നത്. അവളുടെ കവിളുകൾ തുടുത്തു. മനസ്സിലായി എന്നർത്ഥത്തിൽ അവൾ നാണത്തോടെ ചിരിച്ചു. പൂളിൽ നിന്നും കയറുമ്പോൾ അവന് മുൻപിൽ പ്രിയ നിന്നതുപോലെ നിൽക്കണമല്ലോ എന്നോർത്ത് അവളിൽ സുഖമുള്ള ഒരു ടെൻഷൻ വളർന്നു. അവൻ അതിനാണ് കാത്തു നിൽക്കുന്നത്. ഒരു നാണവുമില്ലാതെ അത് പറയുകയും ചെയ്തു കള്ളൻ. അവർ കുറച്ച് സമയം കൂടി പൂളിൽ കളിച്ചുല്ലസിച്ചു. ഡാ പോയാലോ, അമ്മയെങ്ങാനും വിളിച്ചാലോ? രണ്ടുപേരും ഫോൺ എടുത്തില്ലേൽ സീനാകും. ആടി പോയേക്കാം. അവൻ സ്റ്റെപ്പിനടുത്തേക്ക് നീന്തി. ഉള്ളിലൊരാന്തലോടെ ഞാൻ അവന് പിറകെ ചെന്നു. ഇവിടുന്ന് അങ്ങോട്ട് കാര്യങ്ങൾ മാറാൻ പോവുകയാണ്. അവൻ 2 സ്റ്റെപ്സ് കയറി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഞാൻ നാണത്തിൽ പൊതിഞ്ഞ ചിരിയോടെ അവൻ അടുത്തേക്ക് നടന്നു. മുടി ഉരുട്ടിക്കെട്ടി വെച്ചു. അവൻ എനിക്കായി കൈനീട്ടി. എൻ്റെ നെഞ്ചിടിപ്പ് കൂടി. കരങ്ങൾ വിറകൊണ്ടു. എൻ്റെ തൊണ്ട വരണ്ടു. ചുണ്ടുകൾ വിറകൊണ്ടു. കവിളുകൾ ചുവപ്പണിഞ്ഞു. ഒരു പുതുപ്പെണ്ണിൻ്റെ ലജ്ജയോടെ ഞാൻ അവനെ നോക്കി. ഓ വാവ്! അവൻ്റെ കണ്ണുകൾ വിടർന്നു. നന്ദൂട്ടി, യു ആർ ബ്ലഷിങ്. അവൻ എൻ്റെ മുന്നിൽ സ്റ്റെപ്പിലിരുന്നു. എൻ്റെ കവിളിൽ പിച്ചി. അതെന്നെ കൂടുതൽ നാണിപ്പിച്ചു. ഞാൻ പതർച്ചയോടെ അവനെ നോക്കി. പ്രിയയാണ് സുന്ദരി എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ നന്ദൂട്ടി, നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ? അവൻ എൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്തു. നന്ദൂട്ടി, യു ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഐ ഹാവ് എവർ സീൻ. സന്തോഷം കൊണ്ട് എൻ്റെ മുഖം തിളങ്ങി. നീ നാണിക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്നോ നന്ദൂട്ടി. അവൻ എൻ്റെ കവിളിൽ പതിയെ അമർത്തി. ഓ, ഞാൻ നാണിച്ച് കണ്ണുകൾ താഴ്ത്തി. കാര്യങ്ങൾ എൻ്റെ കയ്യിൽ നിന്നും പോവുകയാണ്. അവന് മുന്നിൽ ഞാനൊരു കാമുകി മാത്രമായി, നാണിച്ച് പതറി നിൽക്കുന്ന പെണ്ണ്. അവൻ കൈ നീട്ടി. അറിയാതെ എൻ്റെ കൈ ഉയർന്നു പോയി. അവൻ്റെ കയ്യിൽ പിടിച്ചു. ഞാൻ പതിയെ വെള്ളത്തിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു. അവൻ്റെ മുഖത്ത് നോക്കാനാവാതെ ഞാൻ കണ്ണുകൾ താഴ്ത്തി. ഞാൻ അവന് മുന്നിൽ ആ സ്യൂട്ടിൽ ചങ്കിടിപ്പോടെ നിന്നു. ഞാൻ മിഴികൾ ഉയർത്തി പകപ്പോടെ അവനെ നോക്കി. അവൻ കണ്ണ് നിറയെ ആസ്വദിക്കുകയാണ് എൻ്റെ ശരീര സൗന്ദര്യം. അവൻ്റെ കണ്ണുകളെ നേരിടാനാവാതെ ഞാൻ മിഴികൾ താഴ്ത്തി. അവൻ്റെ മുന്നിൽ ഞാൻ തീർത്തും നിരായുധയായി നിന്നു. വാവ് നന്ദൂട്ടി! ഞാൻ ചമ്മലോടെ അവനെ നോക്കി. നോ വേർഡ്സ് നന്ദൂട്ടി. അവൻ കണ്ണുകൾ അടച്ച് ഒരു കിസ്സിൻ്റെ ആക്ഷൻ കാണിച്ചു. ഞാൻ സംതൃപ്തിയോടെ പുഞ്ചിരിച്ചു. അവൻ്റെ കണ്ണുകൾ വീണ്ടും എൻ്റെ നേരെ വന്നു. ഓഹ്, മതി മതി, നാണമില്ലാത്തവൻ. ഞാൻ നാണവും ടെൻഷനും കൂടിക്കുഴഞ്ഞൊരു ചിരി അവന് സമ്മാനിച്ചു. വാ നടക്ക്. ഞാൻ പതിയെ അവനെ മുന്നോട്ട് തള്ളി. അവൻ തിരിഞ്ഞ് എന്നെ പിടിച്ച് മുമ്പിൽ നിർത്തി. പ്ലീസ് ഡി, എൻ്റെ ടീഷർട്ട്സ് എടുത്തു തരുമോ? അവൻ കണ്ണിറുക്കി. ഞാൻ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി. കള്ളൻ എൻ്റെ പിന്നിൽ നിന്ന് സീൻ പിടിക്കാനാണ്. ഞാൻ ചുണ്ട് കൂർപ്പിച്ച് കുറുമ്പോടെ അവനെ നോക്കി. പിന്നെ ചമ്മലോടെ വിധേയത്വത്തോടെ മുന്നോട്ട് നടന്നു. ഓ, നന്ദുവിൻ്റെ കണ്ണുകൾ വിടർന്നു. എന്താ ഒരു സ്ട്രക്ചർ! അവൾ തിരിഞ്ഞു നോക്കി. അവൾക്കറിയാമായിരുന്നു അവൻ എവിടെ നോക്കുമെന്ന്. അവൻ ചമ്മലോടെ കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി. അവൾ കുറുമ്പോടെ ചിരിച്ചു. അവൾ പെട്ടെന്ന് ടീഷർട്ട് എടുത്ത് അവൻ എറിഞ്ഞു കൊടുത്തു. അവളുടെ ടീഷർട്ട് പെട്ടെന്ന് എടുത്തിട്ടു. ഓഹ്, അവൾ ആശ്വാസത്തോടെ നിശ്വസിച്ചു. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. അതുണർത്തിയ ഫീൽ. ഓ ദാ നന്ദൂട്ടി തല തുവർത്ത്. നന്ദു അവൻ്റെ ടീഷർട്ട് അവൾക്ക് നീട്ടി. അവൾ പെട്ടെന്ന് മുടിയും മുഖവും ഒപ്പി അവന് നീട്ടി. അവനും ടീഷർട്ട് ഇട്ടു. അവൻ്റെ കയ്യിൽ കൈകോർത്ത് അവൾ താഴേക്ക് നടന്നു. ലിഫ്റ്റിൽ കയറിയപ്പോഴും അവർ ഒന്നും സംസാരിച്ചില്ല. കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞപ്പോഴെല്ലാം അവൾ നാണിച്ച് ചിരിച്ച് മുഖം താഴ്ത്തി. റൂമിലെത്തി അവൾ ഫോൺ എടുത്തു നോക്കി. അമ്മയുടെ മിസ് കോൾ കൊണ്ട്. ഓ ഡാ, ഞാൻ വിളിച്ചിട്ട് വരാം, നീ കുളിക്കുന്നേ കുളിച്ചോ. ഞാൻ ഫോൺ എടുത്ത് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. അമ്മയെ വിളിച്ച് സംസാരിച്ചു. ആ അമ്മേ, ഞങ്ങൾ കഴിക്കാൻ പോയതായിരുന്നു. ഞാൻ അമ്മയോട് സംസാരിച്ചു വെച്ചു. നന്ദു കുളിച്ചിറങ്ങിയിരുന്നു. ഡാ, ഞാൻ എന്നാ കുളിച്ചു വരാം. ഞാൻ ഉള്ളിൽ കയറി വാതിൽ ചാരി ടീഷർട്ട് ഊരി ഞാൻ മിററിന് മുന്നിൽ നിന്നു. ഓ
കവിളുകൾ ഇപ്പോഴും തുടുത്തു നിൽക്കുന്നു. എന്തൊരു ഫീലായിരുന്നു അവൻ്റെ മുന്നിൽ നിന്നപ്പോൾ. ശരിക്കും പതറിപ്പോയി. അവൻ്റെ കണ്ണിൽ നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ അത്ഭുതത്തോടെ ചിന്തിച്ചു. കുറച്ചു നേരത്തേക്ക് താനൊരു കാമുകിയായിപ്പോയി. എന്തൊക്കെയാണാവോ ഇനി നടക്കുക? അവൾ ഉൾക്കുളിരോടെ ചിന്തിച്ചു. അവൾ പെട്ടെന്ന് കുളിച്ചിറങ്ങി നനഞ്ഞ മുടി തോർത്തിയിട്ട് ഉരുട്ടിക്കെട്ടി വെച്ചു. നല്ല തണുപ്പുണ്ട്. ഇങ്ങനെ എങ്ങനെ അവൻ്റെ മുന്നിൽ ചെല്ലുക? അവൾക്ക് അവനെ ഫേസ് ചെയ്യാൻ നാണം തോന്നി. നോക്കുമ്പോൾ നന്ദു ബാൽക്കണിയിൽ ആണ്. നന്ദൂട്ടി, കോഫിയുണ്ട്, എടുത്തു വാ. അവൻ കോഫി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തണുപ്പത്ത് അത് നല്ലതാ. ഞാൻ കോഫി എടുത്ത് അവനടുത്തേക്ക് ചെന്നു. അവൻ്റെ മുഖത്ത് നോക്കാതെ അവനടുത്ത് ചെയറിലിരുന്നു. അമ്മ എന്ത് പറഞ്ഞു നന്ദൂട്ടി? ഒന്നുമില്ല. ട്രെയിനിങ് എങ്ങനെ പോകുന്നു എന്ന്. പിന്നെ നിൻ്റെ റിസൾട്ട് എന്നാണെന്ന് ചോദിച്ചു. ഞങ്ങൾ സൈലൻ്റായി ഇരുന്ന് കോഫി കുടിച്ചു. എനിക്ക് അവനെ ഫേസ് ചെയ്യാൻ ചെറിയ ചമ്മലുണ്ടായിരുന്നു. നന്ദു കൗതുകത്തോടെ അവളെ നോക്കി. അവളുടെ കവിളിണകൾ ഇപ്പോഴും തുടുത്തു ചുവന്നു നിൽക്കുന്നു. സാധാരണ വളരെ ടോക്കറ്റീവായ വാ അടച്ചു വെക്കാത്ത അവൾ സൈലൻ്റായി ഇരുന്ന് കോഫി കുടിക്കുന്നു. മുഖത്ത് നാണത്തിൽ കുതിർന്ന ഒരു പുഞ്ചിരിയുണ്ട്. അവനെ ഫേസ് ചെയ്യാൻ മടിയുണ്ട്. ആദ്യമായാണ് അവൻ നന്ദിയുടെ മുഖത്ത് ഈ എക്സ്പ്രഷൻ കാണുന്നത്. അവളുടെ നനഞ്ഞു കുതിർന്ന മേനി അവൻ്റെ മനസ്സിലേക്ക് വന്നു. എന്ത് ക്യൂട്ടാണ്. ഇനിയും 2-3 ദിവസം തങ്ങൾ തനിച്ചാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നന്ദൂട്ടിക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല. അതവൾ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. അത് എൻജോയ് ചെയ്യാനാണ് അവൻ്റെ മനസ്സ് പറയുന്നത്. പക്ഷേ നന്ദൂട്ടി അവളെ ബാധിക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ അവൾ ആ റിലേഷൻ ബ്രേക്കായ വിഷമത്തിലാണ്. അതിൽ നിന്നും പുറത്തു വരാനാണ് അവൾ ഈ യാത്ര വന്നത്. താൻ അവളുടെ സാഹചര്യം മിസ്യൂസ് ചെയ്യാൻ പാടില്ല. പിന്നീടൊരിക്കൽ അവൾ ഇതിൻ്റെ പേരിൽ വിഷമിക്കാനും പാടില്ല. അവളോട് സംസാരിച്ച് അത് ഉറപ്പിക്കാൻ അവൻ തീരുമാനിച്ചു. നന്ദൂട്ടി, അവൾ മുഖമുയർത്തി അവനെ നോക്കി. നീ ഓക്കെ ആണോ നന്ദൂട്ടി? അതെ നന്ദൂട്ടാ, ഐ എം വെരി മച്ച് ഓക്കെ. നീ ഇല്ലേ എൻ്റെ കൂടെ? പിന്നെന്താ? അവൾ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. അതല്ല നന്ദൂട്ടി, നിനക്കറിയാലോ, ലാസ്റ്റ് 2 days നമ്മൾ ഒരുപാട് മാറി. ഞാൻ നിൻ്റെ സാഹചര്യം ചൂഷണം ചെയ്യുകയാണോ എന്നൊരു സംശയം. അവൻ്റെ തൊണ്ട ഇടറി. ഞാൻ തെറ്റ് ചെയ്യുകയാണോ എന്നൊരു. അവൻ്റെ കണ്ണ് നിറഞ്ഞു. എന്താ നന്ദൂട്ടാ, നീ എന്താ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? അവൾ എണീറ്റ് നന്ദുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്നു. അവൻ്റെ കൈ പിടിച്ചു. നീ ഒരു തെറ്റും ചെയ്യുന്നില്ല നന്ദൂട്ടാ. നീ എന്നെ ഹെൽപ്പ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. നിനക്കറിയുമോ, ഇപ്പോൾ നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ സിറ്റുവേഷൻ, ഞാൻ ഈ ലൈഫ് മുഴുവൻ നിന്നോട് കടപ്പെട്ടിരിക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എൻ്റെ കൂടെ നിന്നതിന്, എന്നെ സേവ് ചെയ്തതിന്. നന്ദൂട്ടി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് നീ കഴിഞ്ഞേ ഉള്ളൂ എന്തും. നിൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ആരുടെ കൂടെ നിൽക്കും? ഡോണ്ട് വറി നന്ദൂട്ടാ, ഐ ആം ഓക്കെ. നന്ദൂട്ടി, ഇപ്പോഴത്തെ ഈ മാറ്റങ്ങൾ കൊണ്ട് നീ പിന്നീട് എപ്പോഴെങ്കിലും വിഷമിക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. അത് മാത്രമാണ് എൻ്റെ കൺസേൺ. നീ ഇപ്പോഴും ഹാപ്പി ആയിരിക്കണം. എനിക്ക് നീ കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തും. നന്ദയ്ക്ക് മനസ്സിലായി. അവരുടെ ബന്ധത്തിലെ പുതിയ ഡെവലപ്മെൻറ്റ്സ് തൻ്റെ പൂർണ്ണ ഇഷ്ടത്തോടെയാണെന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ചോദിക്കുന്നത്. പിന്നീട് ഒരു കുറ്റബോധം ഉണ്ടാവാതിരിക്കാൻ അവൾ അവൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്തു. എനിക്ക് മനസ്സിലായി നന്ദു, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെയാണ്. ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ മാറ്റങ്ങൾ നന്നായി ആസ്വദിക്കുന്നുണ്ട്. പിന്നെ നല്ല ബോധ്യത്തോടെ തന്നെയാണ് ഞാനത് എൻജോയ് ചെയ്യുന്നത്. നിനക്കതിൻ്റെ പേരിൽ ഒരു കുറ്റബോധം വേണ്ട. ഞാൻ ഒരിക്കലും ഇതിൻ്റെ പേരിൽ റിഗ്രറ്റ് ചെയ്യാനും പോകുന്നില്ല, വിഷമിക്കാനും പോകുന്നില്ല. സന്തോഷമേ ഉള്ളൂ. അവൾ പാദങ്ങൾ കുത്തി ഉയർന്ന് അവൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചു. ഇപ്പോൾ മനസ്സിലായോ? അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി. അവൻ മനസ്സിലായി എന്ന മട്ടിൽ പുഞ്ചിരിച്ചു. അവന് സമാധാനമായി. പിന്നെ നിനക്കെന്നെ ഇഷ്ടമല്ലെങ്കിൽ? ഞാൻ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. നമുക്ക് ബ്രേക്കപ്പ് ആവാം, അവൾ കുറുമ്പോടെ പറഞ്ഞു. അയ്യടാ, ബ്രേക്കപ്പിന് ഞാൻ സമ്മതിച്ചാലല്ലേ? നിനക്കൊരു നല്ല പയ്യനെ കണ്ടുപിടിക്കുന്നത് വരെ ഞാൻ നിന്നെ വിടില്ല. നിറഞ്ഞ കണ്ണുകളോടെ അവൻ പുഞ്ചിരിച്ചു. ലവ് യു നന്ദൂട്ടി.
അയ്യേ, എൻ്റെ പാവം കുട്ടൻ, കണ്ണൊക്കെ നിറഞ്ഞല്ലോ. ഞാൻ അവനെ കളിയാക്കി. എൻ്റെ മുഖം അവൻ്റെ നെഞ്ചിൽ പൂഴ്ത്തി അവൻ്റെ ദേഹത്തിൻ്റെ ഇളം ചൂട് ആസ്വദിച്ച് ഞാൻ കുറേ നേരം അവിടെ നിന്നു. ഡാ, ഒന്നുകൂടെ പറയുമോ ഐ ലവ് യു എന്ന് അവൾ കൊഞ്ചലോടെ ചോദിച്ചു. അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. ഐ ലവ് യു നന്ദൂട്ടി. സന്തോഷം കൊണ്ട് അവളുടെ ചുണ്ടുകൾ വിറകൊണ്ടു. അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിലേക്ക് താഴ്ന്നു. അവൻ കൊതിയോടെ ആ തുടുത്ത ചുണ്ടിലേക്ക് നോക്കി. അവൾക്കത് മനസ്സിലായി. അവൾ പതിയെ കണ്ണുകൾ അടച്ചു. തുടിക്കുന്ന ഹൃദയത്തോടെ ചുണ്ടുകൾ അല്പം വിടർത്തി അവൻ്റെ ചുംബനത്തിനായി ഒരുങ്ങി. അവൻ പതിയെ മുഖം താഴ്ത്തി അവളുടെ ചുണ്ടിൽ ചുണ്ടമർത്തി. അവൾ ആ മധുര ചുംബനത്തിൽ ലയിച്ചു. കുറുകിക്കൊണ്ട് അവൾ അവനെ പുണർന്നു നിന്നു. കള്ളൻ, അപ്പോൾ കിസ് ചെയ്യാൻ അറിയാമല്ലേ? അവൾ അവനെ പതിയെ നുള്ളി. ഇന്ന് രാവിലെ എന്ത് ജാടയായിരുന്നു. അവൻ പുഞ്ചിരിച്ചു. അവളുടെ മൂർധാവിൽ ഉമ്മ വെച്ചു. ഞങ്ങൾ അവിടെ കുറേ നേരം കെട്ടിപ്പിടിച്ച് നിന്നു. ഡി, ഒരു ബിയർ എടുത്താലോ? വേണ്ട എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ബിയർ അടിച്ചാൽ ഒന്ന് റിലാക്സ് ആവാം. പിന്നെ അന്തരീക്ഷത്തിന് ഒരു അയവ് വരും. നാളെ അടി റിസൾട്ട്, അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. ഓക്കേടാ, പിന്നെ ഒരു കുപ്പി മതി, ഷെയർ ചെയ്യാം. ഞാൻ കണ്ണിറുക്കി. ഡാ, നമുക്കിതൊന്ന് ട്രൈ ചെയ്താലോ? ഞാൻ ജക്കൂസിക്ക് നേരെ കൈ ചൂണ്ടി. ജക്കൂസി എന്ന് പറയുന്നത് ഒരു തരം ബാത്ത് ടബ്. സാധാരണയായി ലക്ഷറി റിസോർട്ടുകളിൽ ബാൽക്കണിയിലോ വിൻഡോ സൈഡിലോ ഫിക്സ് ചെയ്യാറുണ്ട്. പുറത്തേക്കുള്ള വ്യൂ കിട്ടുന്നത് കൊണ്ട് റിലാക്സ് ചെയ്ത് കിടക്കാൻ നല്ല സുഖമാണ്. ഓ സൂപ്പർ, ഹോട്ട് വാട്ടർ നിറയ്ക്കാം. വാവ്, സൂപ്പറായിരിക്കും. നീ എന്ന ബോട്ടിലെടുത്ത് സെറ്റ് ചെയ്തോ, ഞാനിത് ചെയ്യാം. അവൻ ജക്കൂസിക്ക് നേരെ നടന്നു. ഞാൻ അകത്തേക്ക് നടന്നു. ഇളം ചൂടുവെള്ളത്തിൽ അവനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് ഓർത്തപ്പോൾ തന്നെ എനിക്ക് സുഖമുള്ളൊരു വിറയൽ പടർന്നു കയറി. ഞാനൊരു കുപ്പി എടുത്ത് വന്നു, കൂടെ ടവലും. അവൻ അപ്പോഴേക്കും ജക്കൂസി സെറ്റ് ചെയ്തു. ഇളം ചൂടുവെള്ളം നിറച്ചു. പുറത്തു നിന്ന് തണുത്ത കാറ്റുണ്ട്. കിടിലൻ വ്യൂ ആണ് പുറത്തേക്ക്. അവൻ ടീഷർട്ട് ഊരി പതിയെ ആ ബാത്ത് ടബിലേക്ക് കയറി. അവൻ നന്ദയെ നോക്കി. അവൾ ടീഷർട്ട് ഊരാൻ മടിച്ച് നിൽക്കുകയാണ്. നാണമാണോ? അവൾ ചമ്മലോടെ മൂളി. അവൻ കൈ നീട്ടി. ഞാൻ അവൻ്റെ കൈ പിടിച്ച് ശ്രദ്ധയോടെ കയറി. വാവ്, ഇളം ചൂടുവെള്ളത്തിൻ്റെ സുഖം. ഞാൻ പതിയെ വെള്ളത്തിലേക്കിരുന്നു. ഓഹ്, നല്ല സുഖം. ഞാനൊന്ന് വിറച്ചു. അവൻ പതിയെ ബോട്ടിൽ ഓപ്പൺ ചെയ്ത് ഒരു സിപ്പ് എടുത്ത് എനിക്ക് നീട്ടി. ഞാൻ 2 കവൾ കുടിച്ചു. കുപ്പി സൈഡിൽ വെച്ചു. വാ നന്ദൂട്ടി. അവൻ കൈ നീട്ടി. ഞാൻ അവൻ്റെ കൈ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവൻ കാലകത്തി വെച്ച് തന്നു. ഞാൻ കംഫർട്ടബിളായി അവൻ്റെ നെഞ്ചിൽ ചേർന്നിരുന്നു. വാവ്, സൂപ്പർ വ്യൂ അല്ലേടാ? പുറത്തെ ശാന്തമായ പച്ചപ്പിലേക്ക് നോക്കി ഞാൻ ചോദിച്ചു. ശരിക്കും നന്ദൂട്ടി, ഇവിടേക്ക് വന്നത് എന്തായാലും നന്നായി. കിടിലൻ ലൊക്കേഷൻ, തിരക്കുമില്ല, ഹണിമൂണിനൊക്കെ പറ്റിയ ലൊക്കേഷനാ. ഞാൻ കള്ളച്ചിരിയോടെ അവൻ്റെ കണ്ണിലേക്ക് നോക്കി. അവൻ കൈയെടുത്ത് എന്നെ ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്തിരുത്തി. കുപ്പിയെടുത്ത് എൻ്റെ ചുണ്ടിൽ ചേർത്തു. ഞാൻ അവനെ കുറുമ്പോടെ തിരിഞ്ഞു നോക്കി. അവൻ അവൻ്റെ പെണ്ണിൻ്റെ അടുത്ത് സ്വാതന്ത്ര്യമെടുത്ത് തുടങ്ങി. ഞാൻ നന്നായി 2 കവളെടുത്തു. അത്യാവശ്യം മൂടായി വരുന്നുണ്ട്. ഡി, ഷർട്ടെല്ലാം നനഞ്ഞൊട്ടി. അവൻ്റെ അദ്ദേഹത്തിൻ്റെ ഇളം ചൂട് പറ്റിയാണ് ഞാൻ കിടക്കുന്നത്. ഞാനൊന്ന് ഇളകി അവനോട് ചേർന്ന് കിടന്നു. ഞാൻ അവനെ നോക്കി കുറുമ്പോടെ മൂളി. ഡാ, നാളത്തെ റിസൾട്ടിൻ്റെ ടെൻഷനുണ്ടോ? ഞാൻ വെറുതെ വിഷയം മാറ്റാൻ ചോദിച്ചു. ആടി, ടെൻഷനുണ്ട്. പാസ്സായാൽ മതിയായിരുന്നു. ഡോൺ വറീഡാ, ഇത്തവണ എന്തായാലും പാസ്സാകും. ഞാൻ പ്രാർത്ഥിക്കാം. എന്താ വേണ്ടത് നിനക്ക് സമ്മാനമായി? ഇൻ്റർ പാസ്സായപ്പോൾ അവന് ഞാൻ ബുള്ളറ്റാണ് വാങ്ങിക്കൊടുത്തത്. എന്ത് തരും? അവൻ കുസൃതി ചിരിയോടെ ചോദിച്ചു. ഞാൻ പതിയെ അവൻ്റെ സൈഡിലേക്ക് കിടന്നു. അവനെ നെഞ്ചിൽ കൈ ചേർത്ത് കാല് മടക്കി അവൻ്റെ തുടയുടെ മുകളിൽ വെച്ചു. എന്ത് വേണം? അവനൊന്ന് ആലോചിച്ചു. ചോദിക്കട്ടെ? അവനൊന്ന് മടിച്ചു. എന്ത് ചോദിച്ചാലും തരുമോ? അവൻ കുസൃതിയോടെ ചോദിച്ചു. അയ്യടാ, അത് ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ ഇപ്പോൾ ചെറിയ കള്ളത്തരങ്ങളൊക്കെ പഠിച്ചു. അവൻ്റെ മുഖം വാടി. ഏയ്, ചോദിക്കടാ, കേൾക്കട്ടെ. ഞാൻ അവൻ്റെ കവിളിൽ പിടിച്ച് ഓമനിച്ചു. വേണ്ട, നാളെ റിസൾട്ട് വരട്ടെ, എന്നിട്ട് ചോദിക്കാം. ഓ, എന്തോ കള്ളത്തരമാണ്. ഞാൻ കണ്ണുരുട്ടി. പോടി, അവൻ ചമ്മലോടെ ചിരിച്ചു.
നന്ദൂട്ട, നാളെ ജയിച്ചാൽ നീ ചോദിക്കുന്നത് എന്തും ഞാൻ തരും, എന്തും. അതെൻ്റെ ഉറപ്പായിരുന്നു. ഓ, അവൻ്റെ കണ്ണുകൾ വിടർന്നു. ശരിക്കും ശരിക്കും അവൻ്റെ കണ്ണുകൾ എൻ്റെ ചുണ്ടിലേക്ക് താഴ്ന്നു. അവൻ്റെ കണ്ണുകളിലെ കൊതി എനിക്ക് മനസ്സിലായി. അറിയാതെ ഞങ്ങളുടെ മുഖം അടുത്ത് വന്നു. അപ്പം നമ്മുടെ ഈ സ്റ്റോറിക്ക് നല്ല റീച്ച് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഉടനെ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് വേറെ ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.